ഹായ് ഫ്രണ്ട്സ്, ടു മൈ നോളജിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാംഗ്രൂവ് എക്കോസിസ്റ്റം ആണ്. Mangroves are a group of plants that occur in the coastal intertidal zones of the tropics and the subtropics. The mangrove community as a whole consists of salt-tolerant plants of soft and swampy mud, mostly trees and shrubs with broad leathery evergreen leaves. മാൻഗ്രൂവ്സ് സാധാരണയായിട്ട് കണ്ടുവരുന്നത് നമ്മുടെ തീരപ്രദേശം, അതായത് ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ ആയിട്ടുള്ള തീരപ്രദേശങ്ങളിലാണ് സാധാരണ ഈ മാൻഗ്രൂവ്സ് കണ്ടുവരുന്നത്. മാംഗ്രൂവിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ സോൾട്ട് ടോളറന്റ് കപ്പാസിറ്റിയാണ്. ഹൈ സലൈൻ കണ്ടീഷനിൽ നിൽക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റിയാണ് ഈ മാംഗ്രൂവിനുള്ളത്. പിന്നെ സാധാരണ ഇത് കണ്ടുവരുന്നത് ചതുപ്പ് നിലങ്ങളിലും അതുപോലെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മഡി സർഫസിലൊക്കെയാണ് ഇത് സാധാരണ കണ്ടുവരുന്നത്. പല മാൻഗ്രൂവ് സ്പീഷീസുകൾക്കും പല രീതിയിലുള്ള റൂട്ടിന്റെ അഡാപ്റ്റേഷൻസ് ഒക്കെ പല രീതിയിലാണുള്ളത്. ചിലതിൽ നമ്മുടെ ആൽമരത്തിലൊക്കെ പോലെ സ്റ്റെമ്മിൽ നിന്നും റൂട്ട് കിളിച്ച് താഴത്തേക്ക് വരും. അപ്പോൾ അത് താഴത്തേക്ക് വെർട്ടിക്കലായിട്ട് വളർന്നു വന്നിട്ട് അതിന് ഒരു എക്സ്ട്രാ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിൽ നിൽക്കുന്ന ചില സ്പീഷീസ് ഉണ്ട്. പിന്നെ ചിലതിന് അവിസീനിയ പോലത്തെ സ്പീഷീസിനൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ന്യൂമാറ്റോഫോർസ് എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് ബ്രീത്തിങ് റൂട്ട്സ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യും. These roots are meant for taking in air for respiration as the waterlogged soil is deficient in oxygen. In some trees, the seeds germinate while the fruits are still attached to the plant, and green seedlings of varied length hang from the parent plants until they achieve appropriate length. Specific to the species, drop vertically down into the soft mud. Soon they develop the root system and become independent plants. ഈ മാൻഗ്രൂവ്സ് സാധാരണയായിട്ട് നിൽക്കുന്നത് മാർഷി മഡി കണ്ടീഷൻസിലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സോയിലിൽ ഓക്സിജന്റെ അളവ് വലിയ രീതിയിൽ കുറവായിരിക്കും. അപ്പൊ ആ ഒരു സ്ഥലത്ത് നിൽക്കാനുള്ള മാൻഗ്രൂവിന്റെ ഒരു അഡാപ്റ്റേഷൻ ആണ്, ചില മാൻഗ്രൂവ് സ്പീഷീസിന്റെ ഒരു അഡാപ്റ്റേഷൻ ആണ് ഈ ന്യൂമാറ്റോഫോർസ് എന്ന് പറയുന്ന ഈ റെസ്പിറേറ്റിംഗ് റൂട്ട് സിസ്റ്റം അല്ലെങ്കിൽ ബ്രീത്തിങ് റൂട്ട്സ് എന്ന് പറയാം. ചില സ്പീഷീസിൽ അതിന്റെ സീഡ് അതിൽ നിന്ന് തന്നെ, അതായത് വിവി പാരി എന്ന് പറയും, അതിൽ നിന്ന് തന്നെ അത് പുതിയൊരു പ്ലാന്റ് ആയിട്ട് മാറും. ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് കിടക്കും. എന്നിട്ട് ചില ചെടികളിൽ അതിലെ ഫ്രൂട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ സീഡ് ജെർമിനേറ്റ് ചെയ്യും. പിന്നെ ആ സീഡിനൊരു നീളം ലെങ്ത് കൂടുന്നതിനനുസരിച്ചിട്ട് അത് പൊഴിഞ്ഞ് അത് ആ ഒരു നിൽക്കുന്ന സ്ഥലത്ത് തന്നെ അതിന്റെ താഴെ തന്നെ വന്ന് കുത്തിയിരിക്കും. അല്ലെങ്കിൽ അത് ചിലപ്പോൾ വെള്ളത്തിലൂടെ അത് വേറെ സ്ഥലത്ത് പോയി, അങ്ങനെയൊക്കെയാണ് അതിന്റെ ഡിസ്പേഴ്സൽ നടക്കുന്നത്, ആ സീഡിന്റെ ഡിസ്പേഴ്സൽ നടക്കുന്നത്. അത് താഴെ വന്ന് കുത്തുമ്പോൾ തന്നെ പിന്നെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ അതിന് ബ്രാഞ്ച് വന്നിട്ട് അത് പുതിയൊരു പ്ലാന്റ് ആയിട്ട് മാറുകയാണ് സാധാരണ ചെയ്യാറ്. ചില സമയത്ത് അത് ഒഴുകിപ്പോയി വേറെ സ്ഥലത്ത് ചെന്നിട്ട് അത് ജെർമിനേറ്റ് ചെയ്യാറുണ്ട്. This nature of certain mangroves to give birth to leaf seedlings instead of shedding their fruits or seeds is known as vivipary. Mangroves make special type of vegetation that exists at the boundary of two environments using a variety of survival and reproductive strategies. Till about 1960s, mangroves were largely viewed as economically unproductive areas and were therefore destroyed for reclaiming land for various economic activities. ഫ്രൂട്ട് ഷെഡ് ചെയ്യാതെ തന്നെ സീഡ്ലിങ്സ് ഉണ്ടാവുന്ന ആ ഒരു രീതി ആണ് ചില മാംഗ്രൂവ്സ് ആ ഒരു രീതി കാണിക്കും. അതിനാണ് വിവി പാരി എന്ന് പറയുന്നത്. പിന്നെ ഈ മാംഗ്രൂവ്സിന്റെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഒരു വെജിറ്റേഷൻ, കാരണം ഇത് സാധാരണയായിട്ട് ഒരു ട്രാൻസിഷൻ സോണിലാണ് സാധാരണയായിട്ട് ഇത് കണ്ടുവരുന്നത്. അതായത് സലൈൻ വാട്ടറും ഫ്രഷ് വാട്ടറും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ട്രാൻസിഷൻ സോൺസിലാണ് സാധാരണയായിട്ട് മാംഗ്രൂവ് കണ്ടുവരുന്നത്. പിന്നെ ഇത് പണ്ട് കാലത്ത് തന്നെ ഇതിന് വലിയ രീതിയിലൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് അല്ല എന്ന രീതിയിലായിരുന്നു ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ വെട്ടി നശിപ്പിക്കുകയും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ലാത്തതിന്റെ ഒരു പ്രശ്നമായിരുന്നു. കൂടുതലായിട്ട് റിക്കൾവേഷൻ ലാൻഡ് പുതിയതായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ആൾക്കാർ ഇത് വെട്ടി നശിപ്പിച്ചിട്ട് അവിടെ ലാൻഡ് ആക്കുന്നു. അങ്ങനത്തെയൊക്കെ രീതി കുറെ പണ്ട് കാലത്തെ ഒരു പ്രോപ്പർ അവയർനെസ് ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് മാൻഗ്രൂവ് എക്കോസിസ്റ്റത്തിന്റെ ഒരു നാശത്തിനും കാര്യമായത് ഇങ്ങനത്തെ പ്രശ്നങ്ങളായിരുന്നു. The economic and ecological advantages of mangroves have become visible and their importance is appreciated. The mangrove areas are one among the most productive ecosystem on this planet. They serve as a custodian of their juvenile stock and form most valuable biomass. The term mangroves refer to an ecological group of allophytic plant species which is known as the salt-tolerant forest ecosystem.
ഈ മാംഗ്രൂവ്സിന്റെ ഒരു എക്കോളജിക്കൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസിനെയൊക്കെ കുറിച്ച് കൂടുതലായിട്ട് ആൾക്കാർ അവെയർ ആയിട്ട് വന്ന ഈ ഒരു കാലഘട്ടത്തിലാണ്. പിന്നെ മാംഗ്രൂവ്സിന്റെ ഒരു ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എക്കോസിസ്റ്റം എന്നാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. കാരണം ഈ കൂടുതലായിട്ടും ഈ ജുവനൈൽസിന്റെ സ്റ്റോക്കിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന, അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഏറ്റവും സഹായകരമായിട്ടുള്ള ഒരു എക്കോസിസ്റ്റമാണ് ഈ മാംഗ്രൂവ് എക്കോസിസ്റ്റം. ഇതിന്റെ ഒരു അഡാപ്റ്റീവ് മെക്കാനിസം ആണ് സോൾട്ട് ടോളറൻസ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ മാംഗ്രൂവ് ഫോറസ്റ്റിനെ സോൾട്ട് ടോളറന്റ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം എന്നാണ് പറയുന്നത്. കൂടാതെ തന്നെ ഇതിനെ കോസ്റ്റൽ എഞ്ചിനീയേഴ്സ് എന്നാണ് പറയുന്നത്. Provides a wide range of ecological and economic products and services, and also support a variety of other coastal and marine ecosystems. A layer of earth or sand usually deposited by river and flood tides and shore free of strong waves and tidal action promotes extensive development of mangroves. They also require salt and brackish water. മാൻഗ്രൂവ്സിന് വലിയ രീതിയിലുള്ള ഒരു എക്കോളജിക്കലും സാമ്പത്തികപരമായിട്ടും ഒക്കെ വലിയ രീതിയിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇതിനെ കോസ്റ്റൽ എഞ്ചിനീയേഴ്സ് എന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ സൈക്ലോൺ, സുനാമി അതുപോലത്തെ വലിയ വേവിന്റെ പ്രശ്നങ്ങളൊക്കെ ഹൈ വേവ് ആക്ഷൻ ഒക്കെ ഉള്ള സമയത്ത് ആ ഒരു കോസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള റൂട്ട് സിസ്റ്റമാണ് ഈ മാംഗ്രൂവിന് ഉള്ളത്. മാംഗ്രൂവ്സ് ആർ ബെസ്റ്റ് ഡെവലപ്ഡ് ഓൺ ട്രോപ്പിക്കൽ ഷോർ ലൈൻസ് where there are large areas available between high and low tide points. Large mangrove formations are typically found in sheltered muddy shorelines that are often associated with the formation of delta at the mouth of the riverine system. Mangroves can also be found growing on sandy and rocky shores, coral reefs and oceanic islands. Importance of mangroves. A rich biodiversity is observed in the mangroves with plants and animals which are irreplaceable and form a good genetic treasure house. Mangrove wetlands are a multiple use ecosystem that provide protective, productive and economic benefit to coastal communities. വളരെ സമ്പന്നമായ ഒരു ജൈവ വൈവിധ്യമാണ് മാംഗ്രൂവ് എക്കോസിസ്റ്റത്തിലുള്ള പ്ലാന്റ്സും ആനിമൽസും. അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള ഒരു ഗുഡ് ജനറ്റിക് ട്രഷർ ഹൗസ് എന്ന് തന്നെ ഈ മാംഗ്രൂവ് എക്കോസിസ്റ്റത്തിനെ നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ അതിന്റെ പ്രത്യേകത പ്രൊഡക്റ്റീവ് ആൻഡ് എക്കണോമിക് ബെനിഫിറ്റ്സ്. പ്രൊട്ടക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതായത് വലിയ വേവ് ആക്ഷനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് ആ ഒരു തീരത്തെ കോസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ വലിയ രീതിയിൽ ഉള്ള സഹായമാണ് ഈ മാംഗ്രൂവ് എക്കോസിസ്റ്റം ചെയ്യുന്നത്. പിന്നെ പ്രൊഡക്ടിവിറ്റിയുടെ കാര്യം പറയുമ്പോൾ ഇതിൽ ഒരുപാട് രീതിയിലുള്ള പല ഡിഫറെന്റ് ഓർഗാനിസംസ് ഉണ്ട്. അപ്പം ഇതിൽ കൂടാതെ ഫിഷസിന്റെയും പ്രോൺസിന്റെയും ഒക്കെ ഒരു ബ്രീഡിംഗ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഈ മാംഗ്രൂവ് എക്കോസിസ്റ്റമാണ്. പിന്നെ ഇതിൽ ഒരുപാട് രീതിയിലുള്ള മെഡിസിനൽ പ്രോപ്പർട്ടി, അങ്ങനെ പിന്നെ എക്കണോമിക് ബെനിഫിറ്റ്സിൽ ഒരെണ്ണം അതിൽ ഫയർവുഡ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഈ മാംഗ്രൂവ്സ്. മാംഗ്രൂവ്സ് കോൺട്രിബ്യൂട്ട് ടു സ്റ്റെബിലൈസേഷൻ ഓഫ് ഷോർ ലൈൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഷോർ എറോഷൻ. They serves as a barrier against storms so as to lessen damage to coastal land and residents. The dense network of supporting root and breathing roots give mechanical support to the tree and trap the sediments. Without mangroves, all silt will be carried into the sea where turbid water might cause corals to die. മാംഗ്രൂവ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഷോറിനൊരു സ്റ്റെബിലിറ്റി കൊടുക്കുന്നു, ഇറോഷനിൽ നിന്നൊക്കെ തടയാനായിട്ട്, മണ്ണൊലിപ്പിൽ നിന്നൊക്കെ നല്ല രീതിയിൽ തടയാൻ അതിൻ്റെ ഒരു റൂട്ട് സിസ്റ്റം വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ട്. പിന്നെ ഈ മാംഗ്രൂവ്സ് കാരണം ഇറോഷൻ വഴി കടലിലേക്ക് ഇറങ്ങുന്ന സിൽറ്റി സോയിലിന്റെ കണ്ടന്റ് അതിനെ അവിടെ ട്രാപ്പ് ചെയ്ത് നിർത്തി പ്രൊട്ടക്ട് ചെയ്യുന്നു. കാരണം ഇത് കടലിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അതിന്റെ ടർബിഡിറ്റി കൂടുകയും അതുകൊണ്ട് തന്നെ കോറൽസിനൊക്കെ പ്രശ്നം വരാൻ, ടർബിഡിറ്റി കൂടുമ്പോൾ കോറൽസ് ഡെത്ത് സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് അതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വലിയ രീതിയിൽ ഇത് സഹായിക്കുന്നുണ്ട്. മാംഗ്രൂവ് ട്രീസ് ആക്ട് ആസ് എ സിങ്ക് വിച്ച് കോൺസെൻട്രേറ്റ് പൊല്യൂട്ടൻസ് such as sewage, toxic minerals, pesticides, herbicides, etc. The mangrove ecosystem are associated with rich diversity of organisms and are also the nursery and breeding ground of several marine fauna like prawns, crabs, fishes and mollusks. They enhance the fishery production of nearby coastal waters by storing nutrients and detritus. മാംഗ്രൂവ്സിന് ഒരു പൊല്യൂട്ടൻ സിങ്ക് എന്നാണ് പറയുന്നത്. കാരണം അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ റൂട്ട് സിസ്റ്റത്തിന്റെ പ്രത്യേകത കാരണം ഇതുപോലെയുള്ള പൊല്യൂട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഫിൽട്ടർ ചെയ്ത് നിർത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഇതാണ്. പിന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞു അതിന്റെ ഒരു ബയോഡൈവേഴ്സിറ്റി, ബ്രീഡിംഗ് ഗ്രൗണ്ട് ആണ്. പല പ്രോൺസിന്റെയും ക്രാബ്സിന്റെയും ഫിഷസിന്റെയും മൊളസ്കിന്റെയും ഒക്കെ ബ്രീഡിംഗ് ഗ്രൗണ്ട് ആണ്. കൂടാതെ തന്നെ ഇതിന്റെ അടുത്തുള്ള കോസ്റ്റൽ വാട്ടേഴ്സിലെ ന്യൂട്രിയൻസിന്റെ അളവ് കൂട്ടാനും ഈ
ഈ ഒരു മാംഗ്രൂവ് എക്കോസിസ്റ്റം വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ട്. കാരണം ന്യൂട്രിയൻസിന്റെ ഇത് വരുമ്പോഴത്തേക്കും വലിയ രീതിയിലുള്ള പ്രൊഡക്ടിവിറ്റി, ഫൈറ്റോപ്ലാങ്ക്ടന്റെ അളവും ഒക്കെ കൂടും എന്ന് നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ അതിന് വലിയ രീതിയിൽ സഹായിക്കുന്നതാണ് ഈ മാംഗ്രൂവ്. ത്രൂ ഷെഡിങ് ഓഫ് ദെയർ ലീവ്സ് മാംഗ്രൂവ്സ് ടെൻഡ് ടു റിമൂവ് സോൾട്ട് അക്യുമുലേറ്റഡ് ഇൻ them. However, most land plants except the halophytes are incapable of such tolerance to salty environments. The shed leaves of mangroves turn into detritus, which is colonized by fungi and bacteria, and these detritus turn into a valuable pool of nutrients. This detritus is consumed by a variety of bivalves, shrimps, and fishes, many of which migrate into mangrove areas for better feeding and protection. എക്സസ് സോൾട്ട് ടോളറേറ്റ് ചെയ്യാൻ വേണ്ടി ഈ പ്ലാന്റ്സ് ലീവ്സ് ഷെഡ് ചെയ്യും. പിന്നെ കൂടാതെ തന്നെ ഇതിന്റെ ഈ ലീവ്സ് ഷെഡ് ചെയ്ത ലീവ്സ് അത് ഡെട്രിറ്റസ് ആയിട്ട് മാറുകയും ഈ ഡെട്രിറ്റസ് കഴിക്കാൻ വേണ്ടി ധാരാളം കടലിൽ നിന്നുള്ള ധാരാളം ഫിഷസും അങ്ങനെ ഡിഫറെന്റ് ക്രാബ്സും അതെല്ലാം ഈ ഒരു എക്കോസിസ്റ്റത്തിലേക്ക് വരികയും അവിടെ ബ്രീഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. Birds are a prominent part of the most mangrove forest and they are often present in large numbers. The Royal Bengal tiger is one of the unique resident species of mangrove of Sundarbans. Mangroves sustain the ecological security of the coastal areas as well as livelihood security of the thousands of fishing people of estuarine and coastal villages. ഫിഷസും ക്രാബ്സും അങ്ങനെയുള്ള ജീവികൾ മാത്രമല്ല ബേർഡ്സും ഈ ഒരു മാംഗ്രൂവ് എക്കോസിസ്റ്റത്തിൽ വന്ന് താമസിക്കാറുണ്ട്. പല ദേശാടന പക്ഷികൾ, ഇപ്പം നമ്മൾ മംഗളവനം പോലെയുള്ള മാംഗ്രൂവ് എക്കോസിസ്റ്റം എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ധാരാളം ദേശാടന പക്ഷികൾ വരാറുണ്ട്. പിന്നെ റോയൽ ബംഗാൾ ടൈഗർ സുന്ദർബൻസിൽ, അതായത് വെസ്റ്റ് ബംഗാളിലുള്ള സുന്ദർബൻസിൽ ഏറ്റവും വലിയ മാംഗ്രൂവ് എക്കോസിസ്റ്റമായ സുന്ദർബൻസിൽ ഈ ബംഗാൾ ടൈഗർ ഉണ്ട്. പിന്നെ മാംഗ്രൂവ് സസ്റ്റെയിൻസ് ദ എക്കോളജിക്കൽ സെക്യൂരിറ്റി, വലിയ രീതിയിലുള്ള എക്കോളജിക്കൽ സെക്യൂരിറ്റിയാണ്. നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തിരുന്നു. Mangroves grow where nothing else grows and they are always useful even where they cannot be managed as a productive forest. The enrichment of brackish and coastal waters provided by the mangrove vegetation may be sustainable and should not be overlooked. Good mangrove vegetation is an excellent indicator of the health of the coastal ecosystem. അതായത് നല്ലൊരു എക്കോസിസ്റ്റത്തിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആണ് മാംഗ്രൂവ്. മാംഗ്രൂവിന്റെ പ്രസൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു എക്കോസിസ്റ്റം നല്ലൊരു എക്കോസിസ്റ്റം ആണ്. അതായത് അധികം പൊല്യൂട്ടഡ് അല്ലാത്ത ഒരു എക്കോസിസ്റ്റം എന്ന ഒരു ഇൻഡിക്കേഷൻ തരുന്നതാണ് ഈ മാംഗ്രൂവ് വെജിറ്റേഷൻ. The east coast has 91% of mangrove species and the west coast has 53%. The most dominant mangrove species found along the east and west coast of India are Rhizophora mucronata, Rhizophora apiculata, Bruguiera gymnorrhiza, Bruguiera parviflora, Soneracia alba, Soneracia calceolaris, Carpios stagar, Heritiera littoralis, Xylocarpus granatum, Xylocarpus molescensis, Avicennia officinalis, Avicennia marina, Esoceria aglocha, Lamitsera racemosa. ഏറ്റവും കൂടുതൽ മാംഗ്രൂവ് സ്പീഷീസ് ഏകദേശം 91% മാംഗ്രൂവ് സ്പീഷീസും കാണുന്നത് നമ്മുടെ ഈസ്റ്റ് കോസ്റ്റിലാണ്. സുന്ദർബൻസ് ഒക്കെ ഉള്ള ആ ഒരു റീജിയനിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. വെസ്റ്റ് കോസ്റ്റിലെ 53% സ്പീഷീസ് ആണ് സാധാരണയായിട്ടുള്ളത്. ഇത് കുറച്ച് സ്പീഷീസിന്റെ ലിസ്റ്റാണ് ഇത്. സാധാരണയായിട്ട് ഇന്ത്യയിൽ കണ്ടുവരുന്ന കുറച്ച് സ്പീഷീസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. Mangrove communities of Kerala. Kerala state is classified into 5 mangrove communities. Avicennia and Rhizophora species are the prominent constituent of different communities in almost all the mangrove forests in Kerala. 5 ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസ് ആയിട്ട്, അതായത് സ്പീഷീസിന്റെ ഏത് ടൈപ്പ് ഓഫ് സ്പീഷീസ് ആണുള്ളതിന്റെ അടിസ്ഥാനത്തിൽ 5 ഡിഫറെന്റ് മാംഗ്രൂവ് കമ്മ്യൂണിറ്റീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പക്ഷെ അതത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനില്ല. കാരണം മാംഗ്രൂവിനെ കുറിച്ച് ജനറൽ ആയിട്ട് ഉള്ള ഒരു സ്റ്റഡി മാത്രം ആവശ്യമുള്ളൂ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാംഗ്രൂവ് കണ്ടുവരുന്നത് കണ്ണൂരാണ്. This is northernmost district of Kerala state and exhibit luxuriant mangrove forests which cover almost 80% of the total mangrove forest of the state. Kannur has the longest stretch of mangrove forest. The mangroves in Kannur sums to about half the total mangroves in Kerala. കണ്ണൂർ തന്നെ വളപട്ടണം, പയ്യന്നൂർ, അവിടെയൊക്കെയാണ് കൂടുതലായിട്ട് ഈ മാംഗ്രൂവ് എക്കോസിസ്റ്റം ഉള്ളത്. അപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മാംഗ്രൂവ് ഉള്ളത് കണ്ണൂരാണ്. Kalyan Pokkudan, or more famously known as the Kandal Pokkudan, was one dedicated soul that spent the best part of his life in conserving and restoring the dying
സ്ട്രെച്ച് ഓഫ് മാംഗ്രൂവ്സ് ഇൻ കണ്ണൂർ. ഇദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം, കല്ലേൻ പൊക്കുടൻ. ഇദ്ദേഹത്തിനെ കണ്ടൽ പൊക്കുടൻ എന്നും പറയുന്നുണ്ട്. കാരണം അദ്ദേഹം ആണ് കണ്ണൂർ ജില്ലയിലുള്ള മാംഗ്രൂവ്സിനെയൊക്കെ വലിയ രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, മരിക്കുന്നത് വരെ അദ്ദേഹം അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. അദ്ദേഹത്തിന് ഭൂമിമിത്ര അവാർഡ് ലഭിച്ചിട്ടുണ്ട്, വനമിത്ര അവാർഡ് വനം വകുപ്പിന്റെ. പിന്നെ ഹരിത വ്യക്തി എന്ന അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രശസ്തമായ ബുക്കാണ് മൈ ലൈഫ് എമംഗ് ദ മാംഗ്രൂവ് ഫോറസ്റ്റ്, കണ്ടൽ കാടുകൾക്കിടയിൽ എന്റെ ജീവിതം എന്നുള്ള പുസ്തകം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് മറ്റ് PSC പരീക്ഷകൾക്കും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇതാണ് ന്യൂമാറ്റോഫോർസ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു ബ്രീത്തിങ് റൂട്ട്സ് എന്നറിയപ്പെടുന്നത്. അപ്പം ഇങ്ങനെയാണ്. അതായത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ റൂട്ട് സിസ്റ്റം നെഗറ്റീവ്ലി ജിയോട്രോപ്പിക് ആണ്. നെഗറ്റീവ്ലി ജിയോട്രോപ്പിക് റൂട്ട് സിസ്റ്റം ആണ്. കാരണം അത് ഗ്രാവിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് വളരുന്നത്. ഇപ്പൊ ടുവേഴ്സ് ഗ്രാവിറ്റി ആയിരുന്നെങ്കിൽ അതിനെ പോസിറ്റീവ്ലി ജിയോട്രോപ്പിക് എന്ന് പറയും. ഇത് നെഗറ്റീവ്ലി ജിയോട്രോപ്പിക്, ദാറ്റ് ഈസ് അഗെയിൻസ്റ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓപ്പോസിറ്റ് ആയിട്ടാണ് വളരുന്നത്. കാരണം ഇങ്ങനത്തെ ഒരു മാർഷി ലാൻഡിലാണ് ഈ സാധാരണയായിട്ട് ഈ മാംഗ്രൂവ്സ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സെഡിമെന്റിൽ ഓക്സിജന്റെ അളവ് വലിയ രീതിയിൽ കുറവായിരിക്കും, ഹൈഡ്രജൻ സൾഫൈഡ് ഒക്കെ ആയിരിക്കും കൂടുതൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ബ്രീത്തിങ് റൂട്ട് സിസ്റ്റം ആണ് വേണ്ടത്. കാരണം അതിന് എയറിൽ നിന്നാണ് അത് ഓക്സിജൻ എടുക്കുന്നത്. ഇതാണ് ന്യൂമാറ്റോഫോർസിന്റെ ഒരു സ്ട്രക്ചർ. ഇത് അവിസീനിയ സ്പീഷീസിന്റെ ഒരു ന്യൂമാറ്റോഫോർസ് ആണ്. കേരളത്തിൽ കണ്ടുവരുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാംഗ്രൂവ് സ്പീഷീസിൽ, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പീഷീസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിന്റെ കുറച്ച് ഇമേജസ് ഒക്കെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. റൈസോഫോറ മ്യൂക്രോനേറ്റ, റൈസോഫോറ ആപ്പിക്കുലേറ്റ, കണ്ടേലിയ കണ്ടൽ, അവിസീനിയ ഒഫിഷിനാലിസ്. ആ ഒരു സിസ്റ്റത്തിൽ ആ ന്യൂമാറ്റിക് ഫോർസ് നിൽക്കുന്നത് നല്ല രീതിയിൽ കാണാൻ പറ്റും. എക്സോക്കേറിയ അഗലോച്ച, അത് ഒരു ട്രീ പോലെ വളർന്ന് നിൽക്കുന്ന ഒരു രീതിയിലുള്ള മാംഗ്രൂവ് ആണ്. സൊണറേഷ്യ ആൽബ, ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ആപ്പിളിന്റെ ഷേപ്പിലുള്ള ഒരു ഇതാണ്, ഫ്രൂട്ട് പോലെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ മാംഗ്രൂവ് ആപ്പിൾ എന്നാണ് ഈ സൊണറേഷ്യ ആൽബേനെ പറയുന്നത്. മാംഗ്രൂവ് ആപ്പിൾ എന്ന് പറയുന്ന മാംഗ്രൂവ് ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ആണ് സൊണറേഷ്യ ആൽബ. ഇത് നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തൊരു ബുൾഗേറിയ പാർവിഫ്ലോറ, അക്കാന്തസ് ഇലിസിഫോളിസ്. ഇതും നമ്മുടെ കോസ്റ്റിൽ, അതായത് മുള്ളുള്ള പോലത്തെ രീതിയിൽ വളർന്നു വരുന്ന ഒരു മാംഗ്രൂവ് ആണ്. ഇത് നമ്മുടെ ഈ എറണാകുളം ഭാഗത്തൊക്കെ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു ഇതാണ്, സ്പീഷീസ് ആണ് അക്കാന്തസ് ഇലിസിഫോളിസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു, എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ക്ലാരിഫിക്കേഷൻസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക. ഇപ്പം എന്തെങ്കിലും എററൊക്കെ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ തിരുത്തുന്നതാണ്. എന്നിട്ട് കഴിഞ്ഞ ദിവസം എടുത്ത മറൈൻ എക്കോസിസ്റ്റത്തിന്റെ ക്ലാസ് എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ കീപ് സപ്പോർട്ടിങ്. താങ്ക് യു വെരി മച്ച്.